അറിയേണ്ടത് ഇനി? ആവശ്യം വന്ന് ചിലപ്പോൾ തെറ്റിക്കും. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം, അതായത് ഇനിയിപ്പോൾ ലിപ് ലോക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഞാൻ ചെയ്യില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നാൽ ഭാര്യയോട് പെർമിഷനൊക്കെ ചോദിച്ച് മറ്റേ ലെറ്ററൊക്കെ ഒപ്പിട്ട് മേടിച്ച് ചിലപ്പം ചെയ്യുന്നതായിരിക്കും. സാക്ഷികളിൽ നമുക്കത് പ്രതീക്ഷിക്കാമോ ഇല്ലെന്നൊക്കെ ഇനി ഡയറക്ടർ സാറാണ്. സാക്ഷികളിൽ എല്ലാ ആക്ടേഴ്സിനും ഓരോ ലിപ് ലോക്ക് ഉണ്ട്. അങ്ങനെയാണ് പലരും സിനിമ കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ അർജുൻ ബാക്കി പറയും. സൂപ്പർ. ഇത്രയും പറയുമ്പോൾ ഞങ്ങളുടെ ഡയറക്ടറെ കൂടി ഒന്ന് സഹിച്ചേണ്ട സാന്നിധ്യത്തിൽ തന്നെ ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. PS അർജുൻ സർ ഈസ് എ ഗ്രേറ്റ് റൈറ്റർ, ഫിലിം ക്രിട്ടിക് ആണ്, നോവലിസ്റ്റ് ആണ്, along with the director. ഞങ്ങൾ ആക്ടേഴ്സ് ഓൾ ഹിയർ. സഹിച്ചേണ്ട ടൈം ഉണ്ടെങ്കിൽ നിൽക്കണം എന്ന് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അർജുൻ സർ ഇസ് ഓൾ ഹിയർ. PS അർജുൻ സാക്ഷികളുടെ ഡയറക്ടറാണ്. സൈജു കുറുപ്പ് എന്ന മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള താരത്തെ വെച്ചുകൊണ്ട് സാക്ഷികൾ ഇതാ എത്താൻ പോവുകയാണ്. ഡയറക്ടർ എന്ന നിലയിൽ എന്താണ് ആഡ് ഓൺ ചെയ്യാനുള്ളത്? ആക്ച്വലി ഡയറക്ടർ എന്ന രീതിയിൽ തന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഇത് ആക്ച്വലി ഈ സബ്ജക്റ്റ് എനിക്ക് പേഴ്സണലി കുറച്ച് അറ്റാച്ച്മെന്റ് ഉള്ള സബ്ജക്റ്റാണ്. കാരണം ഇതിലുള്ള കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും എനിക്ക് നേരിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ സാമുവൽ എബി, കൂടാതെ ഞങ്ങളുടെ സിനിമറ്റോഗ്രാഫർ ആനന്ദ് മീനാക്ഷി സർ, ഞങ്ങളുടെ എഡിറ്റർ രത്ന രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ അജയ് മങ്ങാട്, കൂടാതെ ഞങ്ങളുടെ പുനീത് സർ, ഞങ്ങളുടെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ, സോ നമ്മൾ ഇനി ഫസ്റ്റ് ലുക്ക് ആണ് റിവീൽ. ഞങ്ങളുടെ സാക്ഷികൾ മൂവിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ്. സായി ചേട്ടൻ ഇവിടെ ഇതാ, പുനീത് സാറും കൂടെ ചേർന്നിട്ട്, ഞങ്ങളുടെ പ്രൊഡ്യൂസർ അലോങ് വിത്ത് സായി ചേട്ടൻ ആൻഡ് PS അർജുൻ സർ എന്നിവർ ചേർന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇതാ അൺവീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് സെൻറ്റർ ചെയ്യാം. ബോയ്സ്, ക്യാൻ ഐ ഗെറ്റ് യുവർ ഹെൽപ്പ് പ്ലീസ്? ഒന്ന് ബോയ്സ് ഒന്ന് ഹെൽപ്പ് ചെയ്യോട്ടെയോ? ഒന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ജസ്റ്റ്. Nishant sir is all here. Sai Chetta, ready? Here we go. On the count on 4, 3, 2, 1, go. സാക്ഷികൾ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ് നമ്മൾ ഇവിടെ ഇത് അൺവീൽ ചെയ്തിരിക്കുന്നത്. സൈജു കുറുപ്പ് in സാക്ഷികൾ, written and directed by PS അർജുൻ, produced by പുനീത്. ഇതിന്റെ ബുക്ക് പോലും റിലീസ് ചെയ്തത് സർ ഞങ്ങൾക്ക് വേണ്ടി ഒരു വിഷ് പാസ് ഓവർ ചെയ്യാൻ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു. It gives another dimension. That's what our Puneet and team have tried with this particular film. I wish them all the success in their venture, and the success that may come in this particular film may also motivate him in coming up with more number of films, particularly focusing the culture of this land. Thank you for inviting me and permitting me to share few words with you. Thank you. പറ്റാത്ത ഒരു ആക്ടർ അല്ലേ സഹിച്ചിടാ? അല്ല, സത്യമാണ്. കാരണം സർ, ഐ ആം സീയിങ് ഹിം റൈറ്റ് ഫ്രം മൈ ചൈൽഡ്ഹുഡ്, ബട്ട് സ്റ്റിൽ നോ ചേഞ്ച്. ഹിസ് സ്കിൻ ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എൻ്റെ ചൈൽഡ്ഹുഡിലാണ് ഞാൻ സിനിമയിൽ വന്നത്. ഓക്കെ, അങ്ങനെ ആണ്. പക്ഷേ ഈ സർ ഹീസ് ലൈക്ക് എ വൈൻ, ലൈക്ക് നമ്മുടെ വീഞ്ഞ് പോലെയാണ് സർ. ഇരിക്കും തോറും വീര്യം കൂടി വരുന്നു സർ. അപ്പോ സാക്ഷികളെ പറ്റി എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. സൈജു ആയിട്ടുള്ളൊരു ബന്ധം കുറെ അധികം നാളുകളായിട്ടുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല അല്ലേ സൈജു? ഇല്ല, ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഒരുമിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, ഞങ്ങൾ കൂടുതലും ഷട്ടിൽ കളി, ക്രിക്കറ്റ് കളി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലും കാണാറുള്ളത്. എന്തായാലും എന്താ പറയുക, സൈജുവിൻ്റെ കൂടെ സൈജു ഈ പറഞ്ഞ പോലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാരുടെ ആ ഒരു നിരയിലേക്ക് സൈജുവും എത്തിപ്പെട്ടു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. സൈജുവിൻ്റെ ഒരു പുതിയ മുഖം വന്നതിന് ശേഷം സൈജു ചെയ്യുന്ന ഈ ഒരു മൂവിയുടെ കൂടെ സൈജുവിൻ്റെ കൂടെ അഭിനയിക്കാനൊക്കെ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഡയറക്ടർ അർജുൻ തലശ്ശേരിയാണ്. ഞാൻ തൊടുപുഴക്കാരനാണെങ്കിലും എൻ്റെ അമ്മയുടെ നാട് തലശ്ശേരിയാണ്. ഞാൻ ജനിച്ച തലശ്ശേരിയാണ്. അപ്പൊ എൻ്റെ കസിൻസും എന്താ പറയാ, ഞങ്ങളൊക്കെ വളരെ പണ്ട് തൊട്ടേ അറിയുന്നതാണ് അർജുൻ.
അപ്പൊ അർജുൻ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയാ, അർജുൻ ഇങ്ങനെ ഒരു സിനിമാ മോഹവും സിനിമയുടെ പുറകെയാണ് എന്നുള്ളതൊക്കെ പണ്ട് തൊട്ടേ അറിയുന്ന കാര്യമാണ്. പിന്നെ സൈജു നായകനായിട്ട് ഇങ്ങനെ ഒരു മൂവി ചെയ്യാൻ പോവുകയാണ് എന്ന് അർജുൻ വിളിച്ചു പറയുകയും ഇങ്ങനെ ഇതിലിങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും ഇൻഡിപെൻഡന്റ് ഫിലിം ചെയ്യാനായിട്ടും എല്ലാം അങ്ങനെ പിന്നെ 2 വഴിക്ക് അവരവരുടെ യാത്ര പോയി. പക്ഷെ ഒടുവിൽ അർജുൻ്റെ ഒരു ആദ്യത്തെ സിനിമ വന്നപ്പോൾ ഒരുമിക്കാൻ പറ്റി, ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ കാണാൻ വേണ്ടി പറ്റി. അതിൽ ഒരുപാട് സന്തോഷം. സുബം ആൻഡ് ആനന്ദ് മീനാക്ഷി സർ നമ്മുടെ പുനീത് സാറിന്റെ അച്യുതാവതാരത്തിന്റെ സിനിമറ്റോഗ്രാഫർ ആണ്. മലയാളത്തിൽ വന്നപ്പോഴും ആനന്ദ് സർ തന്നെയാണ് ഞങ്ങളുടെ ഇതിന്റെ DOP ആയിട്ട് വരുന്നത്. സർ എങ്ങനെയാണ് മലയാളത്തിലേക്ക് വരുന്നതിനെ കൺസിഡർ ചെയ്യുന്നത്? Firstly, I'm very excited to be a part of Sakshigal, and I'm meeting the crew and the cast for the first time. So I am very excited to work along with you. സൈജങ്ങളുടെ കൂടെ അഭിനയിക്കുന്നുണ്ടെന്നായിരുന്നു എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞ്. എൻ്റെ അടുത്ത് ക്യാരക്ടറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അച്ഛനാണ് സ്ക്രിപ്റ്റ് കേട്ടത്. അച്ഛൻ പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. പിന്നെ സൈജങ്ങളുടെ കൂടെ 3ാമതും ഒരു സിനിമ ചെയ്യാൻ പോകുന്നതിൽ സന്തോഷത്തിലാണ്. സോ എനിക്കറിയില്ല അച്ഛനും മോളുമായിട്ടാണോ എന്ന് അറിയില്ല. സുബം എന്നാലും സൈജു കുറുപ്പെന്ന് കേൾക്കുമ്പോ 3ാമത്തെ പടമാണെന്ന് പറഞ്ഞു. ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന കാര്യം എന്താണ്? ആദ്യം ഓടിയെത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി എൻജോയ് ചെയ്ത് ആക്ച്വലി അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് സൈജോങ്ങളുടെ കൂടെ ആയിരിക്കും. ആ ഒരു ഫാദർ ഡോട്ടർ ബോണ്ട്. കാരണം 2 സിനിമയിലും ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ബോണ്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടാണ് അഭിനയിച്ചത്. അതും അങ്കിളുടെ ഭരതനാട്യവും മോഹിനിയാട്ടവും കണ്ടു. അതിനുശേഷം ഫുൾ ഫാമിലി എക്സ്ട്രാ ഫാൻസ് ആയി. അല്ലെങ്കിലേ ഫാൻസ് ആയിരുന്നു, ഇപ്പോൾ കൂടുതൽ ഫാനായി. അതുകൊണ്ട് ഒത്തിരി അറിയാവുന്ന മുഖങ്ങളുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നിരഞ്ജ് ചേട്ടൻ ഉണ്ടെന്ന് അറിയുന്നത്. സോ ചേട്ടൻ്റെ കൂടെയും 2ാമത്തെ സിനിമയാണ്, അതിലും സന്തോഷം. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ്. സൂപ്പർ. ആൻഡ് ശീതൾ, വാട്ട് യു ഹാവ് ടു ആഡ് ആക്ച്വലി സാക്ഷികളെ പറ്റി? എന്നോട് ചോദിച്ച എൻ്റെ കൊച്ചിനോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഇത് പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റില്ല. ആണോ? ടെൻഷനായി? പിന്നെ ഫുൾ ടെൻഷനായി. എനിക്ക് ഇതിൽ അഭിരാം ചേട്ടനെയും ഗോകുൽ ചേട്ടനെയും മുന്നേ പരിചയമുണ്ട്. ബാക്കിയുള്ള എല്ലാവരും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിഷാന്ത് സാഗർ സാറിന് ആദ്യമായിട്ട് കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയതാ? അയ്യോ, അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ മസിലാണ് എനിക്ക് ആദ്യം മനസ്സിൽ വന്നത്. മസിലാണോ ആദ്യം മനസ്സിൽ കയറിയത്? പുള്ളിന്റെ മോളെ എനിക്കറിയാം. അപ്പം അങ്ങനെ എനിക്ക് ഒരു പരിചയമുണ്ട്. സൂപ്പർ. യെസ്, അതൊക്കെയാണ് എനിക്ക്. പിന്നെ സാക്ഷികളെ പറ്റി അർജുൻ സാറിന്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചർ കൂടിയാണ്. അതെ, ഞാനൊരു 2 വീക്സ് മുന്നേ ആണ് കഥ കേട്ടത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ല ഒരു സിനിമയായിട്ട് മാറുന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ പ്രകമ്പത്തിന് ശേഷം വരുന്നൊരു ഫിലിമാണ്. എന്തായാലും ഈ മൂവി നിങ്ങൾ കണ്ട് വിജയിപ്പിക്കണം. സൂപ്പർ. ഇനി ഈ പറഞ്ഞ പോലെ എന്താണ് സാർ നമുക്ക് സാക്ഷികളെ പറ്റി? കാരണം ഇപ്പോൾ മുഖമുള്ള എല്ലാ പടങ്ങളും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് യു ഹാവ് ടു ആഡ് ഓൺ? താങ്ക് യു. ഒരുപാട് പേര് പറയേണ്ടി വരും. കാരണം ആദ്യമായിട്ട് സൈജോട്ടൻ തന്നെ തുടങ്ങാം. കാരണം സൈജോട്ടൻ്റെ കൂടെ വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്ററിലേക്ക് കൂടെ നടന്നെടുക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് തോന്നുന്നത്. സൈജോട്ടൻ്റെ കൂടെ ഇപ്പോൾ ഒരുപാട് സിനിമകളായി. നിശാന്ത് ചേട്ടനെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, പക്ഷെ നമ്മൾ സിനിമ ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ പോകുന്നു. പിന്നെ ബാക്കി രത്തിൻ, ഹരിത്ത് എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ആൻഡ് സ്പെഷ്യലി പുനീത് സർ, ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്, ഐ വാച്ച്ഡ് എ ട്രെയിലർ ഫോർ അച്യുതാവതാരം ആൻഡ് ഇറ്റ്സ് ತುಂಬ ಚೆನ್ನಾಗಿದೆ. And we hope that Sakshigal also, we would be able to deliver what you wish to have in your movie. അർജുനായിട്ട് എനിക്ക് ഇതിന് മുന്നേ നമ്മളൊരു സിനിമ സംസാരിച്ചായിരുന്നു, പട്ടാപ്പകൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അർജുനായിട്ട് അസോസിയേറ്റ് വന്നു. ശീതൽ, ഗോകുൽ, ദേവനന്ദ, എല്ലാവരും ദേവനന്ദ എന്നല്ലേ. അപ്പോൾ എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യാൻ വളരെ ഈഗറാണ്. താങ്ക് യു ഓൾ. ഈ സിനിമയുടെ വിജയത്തിന് നമ്മളെല്ലാവരും സാക്ഷികളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അർജുൻ സാറാണ് സംവിധാനം നിർവഹിക്കുന്നത്. പുനീത് സാർ റൈറ വെഞ്ചേഴ്സിന്റെ ബാനറിൽ വലിയ പടമാണ് ക്യാൻവാസിലുള്ളത്. എത്ര ഹാപ്പിയാണ് സാർ? എല്ലാവർക്കും നമസ്കാരം. ഇവരെല്ലാവരും പറഞ്ഞ പോലെ സന്തോഷമുണ്ട്. ഇത്രയും നല്ല ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ. ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, ഷൂട്ട് തുടങ്ങാൻ പോകണേ ഉള്ളൂ. സജിച്ചേട്ടൻ പറഞ്ഞ പോലെ നല്ലൊരു കഥയാണ് അല്ലേ കമ്മിറ്റ് ചെയ്തത്. പിന്നെ അർജുൻ്റെ ഇതിന് മുന്നേ ചെയ്ത പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇതും നല്ല കഥയാണ്. പിന്നെ സജിച്ചേട്ടൻ്റെ കൂടെ ഒരു 3ാമത്തെ 4ാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഒരു പടം കഴിഞ്ഞു, ആരം എന്ന് പറഞ്ഞ പടം. അത് ഉച്ചയ്ക്കാണ് ഡബ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിശാന്ത് ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ അല്ലേ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് നിന്ന് ഷൂട്ട് കഴിഞ്ഞ് എത്തിയുള്ളൂ. ശീതളിനെ അറിയാം, അഭിറാമിനെ അറിയാം. അവരെ ക്യാമ്പിൽ പോലീസുകാരായിരുന്നു. ഉണ്ട മുതലുള്ള സൗഹൃദമാണ്. ദേവാങ്കരനെ അറിയാം. പിന്നെ ഹരിത്ത്, രത്തിൻ, ഇവരെല്ലാവരും എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഭാഗമായി സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് പുതിയതായിട്ട് വന്ന ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ എല്ലാ ആശംസകളും അവരുടെ പുതിയ പ്രൊജക്റ്റിൽ അഭിനയിക്കാൻ സാധിച്ച സന്തോഷമുണ്ട്.
സിനിമ നന്നായി വരട്ടെ. താങ്ക് യു. സൂപ്പർ. ഇത്രയും പറയുമ്പോൾ ഞങ്ങളുടെ ഒരു സെൽഫി പോയിന്റും ഞങ്ങളുടെ ഇന്നത്തെ ലോഞ്ച് സെറമണി നമ്മളിവിടെ ഇത് അവസാനിപ്പിക്കാൻ ഒരുങ്ങാണ്. All the best and all the success to the entire team. So wishes സാക്ഷികൾ അച്യുതാവതാരം വെഞ്ചേഴ്സിന് വേണ്ടി എല്ലാ വിഷസും അറിയിക്കുകയാണ്. And let it be a huge success in all the languages it's been getting ready for. Congratulations and all the best. Thank you so much. ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി സൈഷണ മീഡിയ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഒന്ന് നിൽക്കുമോ എന്നൊന്ന് ചെറുതായിട്ട്